ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ഹെർബൽ ഹെയർ ഓയിൽ പ്രിപ്പറേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു വലിയ പാത്രത്തിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ടോട്ടലി ഞാൻ 5 ലിറ്റേഴ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ആദ്യം 1.5 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കടുക്, കുരുമുളക്, ഗ്രാമ്പൂ, പട്ട, അയമോദകം, ഉണക്ക് നെല്ലിക്ക. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച നെല്ലിക്ക ഉപയോഗിക്കാം കേട്ടോ. പച്ച നെല്ലിക്ക എല്ലാവർക്കും എല്ലാ ഹെയറിനും സൂട്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉണക്ക് നെല്ലിക്കയാണ് ഉപയോഗിക്കാറ്. ഇനിയിപ്പോൾ നമ്മൾ അരയ്ക്കേണ്ട സാധനം ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഞാൻ തോല് കളഞ്ഞിട്ടില്ല, നല്ലോണം വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഇത് കരിഞ്ജീരകം, കുറച്ച് കരിഞ്ജീരകം ഇട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കാണ്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾ പച്ച നെല്ലിക്ക ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് ഗ്രൈൻഡ് ചെയ്താൽ മതി. ബാക്കിയുള്ള കരിഞ്ജീരകവും ആലോവേരയും. ആലോവേര പ്ലാന്റ് വീട്ടിലുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അത് കുറച്ച് നേരം വെക്കുക, വെള്ളത്തിലിട്ട് വെക്കുക. അതിൻ്റെ ഒരു യെല്ലോ സബ്സ്റ്റൻസ് ഉണ്ടാവും, അത് പോയി കിട്ടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന പാത്രം, തവി, മിക്സി ജാർ, ഇതിലൊന്നും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. അത് സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ സമയമെടുക്കും. ഇതിപ്പോൾ എണ്ണ ഉണ്ടാക്കി വരാൻ ഒരു 30 മിനിറ്റ് മതി. 30 മിനിറ്റ് എണ്ണ കാച്ചാനും 3 ദിവസം ഞാൻ വെയിലത്ത് വെക്കും. പിന്നെ ഒരു 20 ദിവസം ഞാൻ ഇതൊരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കും. അതിനുശേഷം മാത്രമാണ് ഉപയോഗിക്കാൻ കൊടുക്കാറ്. ഞാനും ഉപയോഗിക്കുന്നുണ്ട്, അറിയുന്നവർക്കൊക്കെ ഞാനിത് സെയിൽ ചെയ്യുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഹെയർ ഓയിൽ കൊണ്ട് നമുക്ക് ഹെയർ ഫോളും ഡാൻഡ്രഫൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് സ്പ്രൗട്ടഡ് ഉലുവയാണ്. ഞാൻ എപ്പോഴും ഹെർബൽ ഹെയർ ഓയിൽ സ്പ്രൗട്ടഡ് ഉലുവയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള സമയമില്ലെങ്കിൽ തലേന്ന് ഉലുവ പുതിർത്തിയിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടില്ലേ, വെറ്റ് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഇത് ഉണക്ക് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നല്ലോണം ഉണക്കിയെടുത്തതാണ്. ഇത് എണ്ണയ്ക്കൊരു കളറും കിട്ടും, അതേപോലെ തന്നെ നമ്മൾ ഹെയറിൻ്റെ കളറ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഇത് തെച്ചിപ്പൂവാണ്. 250 ഗ്രാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 5 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിനുള്ള മെഷർമെൻറ്റ്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. തെച്ചിപ്പൂവ് ഡാൻഡ്രഫ് മാറാനും പിന്നെ നമ്മൾ സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് വാടിക്കിട്ടാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ആദ്യം മുതൽ അവസാനം വരെ ലോ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെമ്പരത്തിൻ്റെ പൂവാണ് ഇട്ട് കൊടുക്കുന്നത്. കാമ്പ് ഒന്നും മാറ്റിയിട്ടില്ല, അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇവരൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഇത് വേമ്പാലപ്പട്ടേൻ്റെ എണ്ണയാണ്. അപ്പോൾ ഈ ഹെർബൽ ഹെയർ ഓയിൽ കാച്ചുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് ഒരു ഗ്ലാസ് ജാറിൽ കുറച്ച് വെളിച്ചെണ്ണയും 50 ഗ്രാം വേമ്പാലപ്പട്ടയും കൂടി ഇട്ട് വെക്കും. അപ്പം നമ്മൾ എപ്പോഴാണോ എണ്ണ ഉണ്ടാക്കാൻ നോക്കുന്നത് ആ സമയത്ത് ഇത് ഉപയോഗിക്കും. നമ്മളെ ഹെയറിന് നല്ലതാണ് വേമ്പാലപ്പട്ട, എണ്ണക്കൊരു കളറും കിട്ടും. ഇത് ജടാമാൻസിയാണ്. ഹെയർ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. 100 ഗ്രാമാണ് ഇട്ടിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള 5 ലിറ്റർ വെളിച്ചെണ്ണയിൽ ബാക്കിയുണ്ടല്ലോ, നമ്മൾ 1.5 ലിറ്ററാണ് ഒഴിച്ചു കൊടുത്തത്, പിന്നെ ബാക്കിയുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ എണ്ണ നല്ലോണം തിളപ്പിച്ചൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുള്ളൊരു സമയം മാത്രമാണിത്. ഇനിയിപ്പോൾ നമുക്ക് പച്ചിലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് നമ്മൾ പനിക്കൂർക്കയാണ്. നമുക്ക് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് അരച്ചില്ലേ അതേപോലെ തന്നെ വെള്ളം ഒഴിക്കാതെ അരച്ചിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ അത് ഫിൽട്ടർ ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും, പിന്നെ അത് വെന്ത് വരാനും കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ആകുമ്പോൾ തന്നെ ഇത് തീരും. അത് കഴിഞ്ഞിട്ട് 3 ദിവസം നമ്മൾ വെയിലത്ത് വെക്കുന്നുണ്ടല്ലോ, അത് അപ്പം തന്നെ വാടിക്കിട്ടും. ഞാനത് കേശവർദ്ധനയാട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്.
പിന്നെ ഇത് കരുകം പുല്ല്. അത് ഞാൻ പൂജാ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മളെ സ്കാൽപ്പ് ഹെൽത്തിന് നല്ലതാണ് കരുകം പുല്ല്. ബർമുഡ ഗ്രാസ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിലിട്ടിരിക്കുന്ന പച്ചിലകൾ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇടാട്ടോ. ഇത് മുരിങ്ങച്ചപ്പ്, മുരിങ്ങയില ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. പിന്നെ ഇത് നമ്മളെ നിത്യ കല്യാണി ശവനാറി, നമ്മളെ ഹെയർ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. പേരേൻ്റെ ചപ്പ് ഹെയർ ഫോളിന് റെഡ്യൂസ് ചെയ്യും. പിന്നെ ഇത് കരുവേപ്പില ഇല്ലാതെ ഒരു ഹെർബൽ ഹെയർ ഓയിലും ഇല്ല. അത്രത്തോളം നല്ലതാണ് മുടിക്ക്. ഇത് ചെമ്പരത്തിൻ്റെ ഇല. പിന്നെ ഇത് കീഴാനെല്ലി. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ പച്ചിലകളൊക്കെ അരച്ചിട്ട് നമുക്ക് വെയിലത്ത് ഉണക്കിയെടുക്കാൻ പറ്റും, വടയായിട്ട് വെക്കാൻ പറ്റും. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തത് കീഴാനെല്ലിയും മരിക്കൊഴുന്തും റോസ്മേരിയാണ്. പിന്നെ കുപ്പമേനി, പൂച്ചമയക്കി എന്നാണ് മലയാളത്തിൽ പറയാം. കരിന്തുളസി, ഏത് തുളസി നിങ്ങളെടുത്തുണ്ടോ അത് ഇടാട്ടോ. ഇത് കയ്യോന്നിയാണ്, കഞ്ഞണ്ണി. ഇത് 3 ദിവസം മുമ്പേ പറിച്ചതാണ്. വീട്ടിൽ തന്നെ ഞാൻ വളർത്തുന്നതാണ്. പറിച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്ത് നിഴലത്ത് ഉണക്കി വെച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് ഈ പച്ചിലകളൊക്കെ അരച്ചിട്ട് നമുക്ക് വടയാക്കി തട്ടിയിട്ട് വെയിലത്ത്, വെയിൽ വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് അല്ല, നിഴലത്ത്, വെയിലും നിഴലും ഒന്നും കൊണ്ട് അത് ഉണക്കിയെടുത്താൽ അതും നമുക്ക് എണ്ണയിലിട്ടിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വെയിൽ സമയം ഉള്ളത് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ 1 കൊല്ലം വരെ കേടുകൂടാണ്ട് നമുക്ക് വെക്കാൻ പറ്റും. വേപ്പിലയും പിന്നെ നമ്മളെ വെറ്റിലയാണ് മുറിച്ചിട്ടിട്ടുള്ളത്. ഈ പ്ലാന്റിൻ്റെ പേര് ആസ്തമ പ്ലാന്റ്, നീലപ്പാല എന്ന് പറയും. ഇത് നല്ലതാണ്, നമുക്ക് വീസിങ് ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടും. അപ്പോൾ ഇത് റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുന്നതാണ്. എപ്പോഴും ഹെർബൽ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ ആവശ്യമാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുക. വേഗം തന്നെ ഇത് വളർത്തിയെടുക്കാൻ പറ്റും. ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത് വേഗം സ്പ്രെഡ് ആയിക്കോളും. നല്ലതാണ് ഹെയറിന്. പിന്നെ ഇത് ആവണക്കിൻ്റെ ഇലയാണ്. ആവണക്കിൻ്റെ ഇല ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കാസ്റ്റർ ഓയിലും യൂസ് ചെയ്യാം. നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്താൽ മതി. ഇത് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണ്. വെള്ളത്തിൽ ഒരു 100 ഗ്രാംസ് ഫ്ലാക്സ് സീഡ് ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തതാണ്. ഇത് കുറച്ച് സമയമായി വെച്ചിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ജെല്ലി ഫോം ആയിട്ടുള്ളത്. ഫ്ലാക്സ് സീഡ് നല്ലൊരു കണ്ടീഷണറാണ്. പിന്നെ ഇത് കുരിക്കുറ്റി ചീര, തമിഴിൽ വെട്ടുക്കായ് പൂണ്ടെന്ന് പറയും. ഇത് നമുക്ക് എവിടെയെങ്കിലും മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. വേഗം തന്നെ മുറിവ് ഉണങ്ങിക്കിട്ടും. അപ്പം നമ്മൾ സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. പിന്നെ ഈ ഭൃംഗരാജ് എല്ലാ സമയത്തും കിട്ടൂല. അപ്പോൾ ഭൃംഗരാജിന് പകരം ഈ ഇല ഇട്ടിട്ട് എണ്ണ കാച്ചുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എണ്ണയിൽ ഉപയോഗിക്കാറുണ്ട്. നല്ലതാണ് മുടിക്ക്. പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തത് കരിനൊച്ചിയാണ്. കരിനൊച്ചിൻ്റെ ഇല കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. പിന്നിൽ പേർപ്പിൾ കളറും മുന്നിൽ പച്ച കളറാണ്. ഈ ചിലവർക്ക് എണ്ണ ഒട്ടും സൂട്ടാവില്ല. അതായത് ഹെഡേക്ക് ഉണ്ടാവും, പിന്നെ തണുപ്പ് പിടിക്കും, മൂക്കടപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് നൊച്ചിയില. ഈ തണുപ്പ് മാറ്റിക്കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ എണ്ണ ഉപയോഗിക്കാൻ പറ്റും. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെർബൽ ഹെയർ ഓയിലാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു ഹെർബൽ ഹെയർ ഓയിൽ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ഫോൾ കുറയോ ഡാൻഡ്രഫ് കുറയോ എന്ന് ചോദിച്ചാൽ നമ്മളെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, പിന്നെ നമ്മളെ ജീവിതശൈലി, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, ഇതൊക്കെ ഒരു ഫാക്ടറാണ്. ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് ഉണങ്ങിയ
നീലാമരി, പിന്നെ റോസ് പെറ്റൽസ്, മകിഴംപൂ, കാർബോഗ റൈസ്, പിന്നെ മരിക്കൊഴുന്ത്, പിന്നെ നമ്മൾ മൈലാഞ്ചിൻ്റെ ഇല, ഇതെല്ലാം നല്ലോണം ഉണക്കി പൊടിച്ചതാണ്. അപ്പം ഞാനിത് എപ്പോഴും ഇത് വെയിലുള്ള സമയത്ത് ഉണക്കി വെക്കും. മരിക്കൊഴുന്തിൻ്റെ സ്റ്റെമ്മാണ് നിങ്ങളത് കാണുന്നത്. അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ എണ്ണയ്ക്ക് നല്ല ഒരു സ്മെല്ലുണ്ടാവും, അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. എല്ലാം നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഈ എണ്ണ തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉള്ളവർക്കും ഹാർമോണൽ ഇംബാലൻസ് കൊണ്ടും ഡയബറ്റീസ് കൊണ്ടും ഹെയർ ഫോൾ ഉള്ളതും ബ്രേക്ക് ആവുന്നതും മുടി ചീകുമ്പോൾ പൊട്ടിപ്പോകുന്നത്, ഇതൊക്കെ ഇതിനൊക്കെ നല്ല എഫക്റ്റീവാണ്. ഉറക്കമില്ലാത്തവർക്ക് നല്ല ഉറക്കം കിട്ടും. ഞാൻ എണ്ണേൻ്റെ കളറ് കാണിച്ചു തരാം. നാച്ചുറൽ കളറാണ്. നമ്മൾ ഒരു കളറും അതായത് ആർട്ടിഫിഷ്യൽ കളറും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മൾ വേമ്പാലപ്പട്ട, ബീട്രൂട്ട്, പിന്നെ ചെമ്പരത്തി, തെച്ചിപ്പൂവിൻ്റെ കളറാണ് ഇത്. ഇതൊരു വാടി കിട്ടേണ്ട സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ അധികം നേരം ഇത് വെക്കില്ല. ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പച്ചക്കർപ്പൂരം, പിന്നെ കാസ്റ്റർ ഓയിലും ജിഞ്ചിലി ഓയിൽ വേണമെങ്കിൽ ജിഞ്ചിലി ഓയിലും ചേർക്കാം. എന്നിട്ട് 3 ദിവസം ഞാൻ വെയിലത്ത് വെക്കും. 20 ദിവസം കഴിഞ്ഞിട്ടാണ് ബോട്ടിൽ ചെയ്യുക. ഇത് ഞാൻ സെയിലിന് കൊടുക്കുന്നുണ്ട്. 100 ml ആൻഡ് 200 ml. ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. യൂസ് ചെയ്ത് നോക്കുക, വീട്ടിലുണ്ടാക്കി നോക്കുക. വീട്ടിലുണ്ടാക്കാൻ പറ്റാത്തവർ ഞങ്ങളടുത്തു നിന്ന് വാങ്ങിക്കാം. ഞാൻ നിങ്ങൾക്ക് എണ്ണേൻ്റെ കളറ് കാണിച്ചു തരാം. ഇനി ഇതിൽ ഞാൻ അങ്ങാടി മരുന്നും കൂടി ചേർക്കും. അത് ഞാൻ വെയിലത്ത് വെക്കുമ്പോഴാണ് ഇടാറ്. അതിൻ്റെ വീഡിയോ എടുത്തില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതും ചേർത്തിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഇതാണ് എൻ്റെ ഹെർബൽ ഹെയർ ഓയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഗാർഡനിങ്.